സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. ഈശ്വംശായിരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 69ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ 2ാമത്തെ വാല്യത്തിലെ 9ാമത്തെ ഭാഗം കൂടിയാണ് ഇത്. ഇവിടെ നമ്മൾ പ്രതിപാദന വിഷയമാക്കുന്നത് 2ാമത്തെ വാല്യത്തിൽ പറയുന്ന 53ാമത്തെ അധ്യായത്തിൽ ഈശോ കച്ചവടക്കാരെയും ആടും പ്രാവും എല്ലാം വിൽപ്പനക്കാരെയും പണമിടപാടുകാരെയും എല്ലാം ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ സംഭവമാണ്. ഈശോ ഇതുവരെയുള്ള 6 ശിഷ്യന്മാരുമായി ദേവാലയത്തിൽ ഒരു തിരുനാളിന് വരികയാണ്, പെസഹ തിരുനാൾ. ആ തിരുനാളിൽ ഈശോ ഏറ്റവും ശക്തമായി ഒരു പ്രസംഗം നടത്തും. അത് കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് ശിഷ്യന്മാരെല്ലാവരും വന്നിരിക്കുന്നത്. ആ പെസഹ തിരുനാളിന് ഈശോ പക്ഷേ വളരെ രൂക്ഷമായിട്ടുള്ള, സാധാരണ നമുക്കറിയാം ഈശോയുടെ സ്വഭാവം എളിമയും ശാന്തഗുണവുമുള്ള, തർക്കമോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത ആ ഒരു സമീപനത്തിന് വിരുദ്ധമായി കർത്താവ് ദേവാലയത്തിൽ വളരെ രൂക്ഷമായിട്ട് വളരെ തീക്ഷ്ണമായി ആൾക്കാരെ പുറത്താക്കുന്ന ഒരു ഭാഗം. അതിൻ്റെ പുറകിൽ നമ്മളൊരു പക്ഷേ മാനുഷികമായി ചിന്തിച്ചാൽ ധാർമ്മിക രോക്ഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ധാർമ്മിക രോക്ഷത്തിലും കൂടിയ ദൈവികമായ എന്തോ ഒന്നാണ്. അപ്പം അത് നമ്മൾ തിരിച്ചറിയാൻ ഇതിൻ്റെ അവസാനത്തിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാനും ശ്രമിക്കാം. ഈശോ അവിടെ ദേവാലയത്തിൽ ആ പെസഹ തിരുനാളിൻ്റെ തുടക്കത്തിൻ്റെ സമയത്ത് ധാരാളം ആൾക്കാരുണ്ട്. പെസഹായ്ക്ക് വരുന്നവരെല്ലാം പെസഹ കുഞ്ഞാടിനെ അവിടെ ബലി കഴിപ്പിക്കും. അങ്ങനെ അതിനുവേണ്ടി സഹായിക്കാനായിരിക്കാം അവിടെ ആടുകളും പ്രാവുകളും മറ്റ് ജീവികളും എല്ലാം അവിടെയുണ്ട്. അതിനെ വിൽക്കുന്നവരുണ്ട്, പണമിടപാടുകാരുണ്ട്. അവിടെ ഈശോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ പ്രായമുള്ള ഒരു ഗലീലിയക്കാരൻ അവൻ്റെ ഭാര്യയുമായി പ്രായമുള്ള ആ മനുഷ്യർ അവർ വന്ന് ഒരാടിനെ വാങ്ങിക്കുന്നു. അവിടുത്തെ കച്ചവടത്തിൻ്റെ മനോഭാവം അനുസരിച്ച് വിദേശികളോ പ്രായമുള്ളവരോ ബലഹീനരോ അവരെ ചൂഷണം ചെയ്യുന്നു. അവർക്ക് കൊടുത്ത ആട് ബലി കഴിക്കാൻ യോഗ്യമല്ലാത്ത അംഗവൈകല്യമുള്ള ഒരാടാണ്. അതിനെ കൊണ്ട് അവർ ബലി കഴിപ്പിക്കുവാൻ ചെന്നപ്പോൾ അവർ പറയുന്നു, ഇത് ബലി കഴിക്കാൻ യോഗ്യമല്ല, അതുകൊണ്ട് വേറൊരാടിനെ കൊണ്ടുവരിക. അവർ വളരെ ദുഃഖത്തോടെ ആ വാങ്ങിച്ച സ്ഥലത്ത് വന്ന് പറയുമ്പോൾ അവർ അവനെ അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയും ഒത്തിരി തെറ്റുകളും കുരുട്ടുകളുമൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയാണ്. ഈ സമയത്താണ് മൂപ്പൻ ജോസഫ്, അരിമത്യോസ് ജോസഫ് അവിടേക്ക് കടന്നു വരുന്നു, പ്രൗഢിയിൽ. ആ കടന്നു വരുമ്പോൾ അവരെല്ലാം പറയുന്നു, മൂപ്പൻ ജോസഫെ വരിക, ഈ പ്രായമുള്ള മനുഷ്യനോട് എടാ പട്ടി ഇവിടുന്ന് പോവുക എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഈശോ ഇതെല്ലാം ഇന്ന് കാണുകയാണ്. ഈശോയുടെ മനസ്സിൽ അവരുടെ ആ വേദന അത് ഈശോയുടെ മനസ്സിലേക്ക് വരികയാണ്. ഈശോ അവരുടെ അടുത്ത് പോയി അവരുടെ തോളിൽ കൈവച്ച് നിങ്ങൾ എന്തിനാണ് കരയുന്നത് അത് ചോദിക്കുന്നു. അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളെല്ലാം വേദനയോടെ പറഞ്ഞു. അവർ പറയുന്നത്, ഒരുപക്ഷെ ഇത് ഞങ്ങളുടെ അവസാനത്തെ പെസഹ ആയിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മൊത്തം കൊടുത്താണ് ഈ ആടിനെ വാങ്ങിയത്. ഞങ്ങളുടെ കയ്യിൽ ഇനിയൊന്നും ബാക്കിയില്ല. സാധാരണഗതിയിൽ പുരോഹിതരും
നിയമജ്ഞരുമൊന്നും ഇതുപോലെ കരയുന്നവരുടെ അടുത്തേക്ക് ചെല്ലാറില്ല. ഈശോ ചെന്നിട്ട് അവരെടുത്ത് ആ കച്ചവടക്കാരെടുത്ത് പറയുകയാണ്, ഇത് ബലി കഴിക്കാൻ യോഗ്യമായ ആടല്ല, ഒന്ന് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഈശോയോടും അധിക്ഷേപത്തിൻ്റെ ആ പുച്ഛത്തിൻ്റെ ഭാവത്തിൽ അവർ സംസാരിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങളുടെ നീതിബോധം തീർച്ചയായും ഉയരണം, അല്ലെങ്കിൽ ഇതുപോലുള്ളവരെ നിങ്ങൾ ചൂഷണം ചെയ്യും. ദേവാലയത്തിൻ്റെ ദൗത്യം ഇതല്ല. പക്ഷെ അവരെല്ലാം കൂടെ, കച്ചവടക്കാരെല്ലാം കൂടി ഈശോയെ ഒറ്റപ്പെടുത്തുകയാണ്. ഈ സമയം ഈശോ വളരെ രോക്ഷാകുലനാകുന്നു. ഒരു കയറിൻ്റെ ചമ്മട്ടി ഉണ്ടാക്കി അത് കറക്കി അവിടെ ഉള്ളവരെ എല്ലാം പുറത്താക്കുന്നു. കണ്ണ് ഒരുപക്ഷെ ആ പറുദീസായിലെ കാവൽ നിന്ന ആ മുഖ്യദൂതൻ്റെ കയ്യിലെ വാളിനേക്കാളും തിളങ്ങുന്ന, അതിനെ ചെറുത്ത് നിൽക്കുവാൻ അവിടെ ഒന്നിനും ശക്തിയില്ല. അത്രമാത്രം വലിയൊരു സംഭവം. അവരെല്ലാം പേടിച്ചോടുകയാണ്. ആടുകളും പ്രാവുകളും എല്ലാം പറന്ന്, അതുപോലെ നാണയ വിൽപ്പനക്കാരെ, നാണയം മാറ്റിക്കൊടുക്കുന്നവരെ, അവരുടെ നാണയമെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. ഈ ഒരു സംഭവം അപ്പോൾ മതപണ്ഡിതന്മാർ വന്നിട്ട് ഈശോയെടുത്ത് ചോദിക്കുന്നതാണ്, നീ ഒരു മതപണ്ഡിതനാണോ? ആ ചോദ്യം തന്നെ പുച്ഛത്തിൻ്റെ ഇതിലാണ്. നീ എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. അവിടെ പരിശുദ്ധി വേണം, അവിടെ ഏകാന്തത, നിശബ്ദത. പക്ഷെ അതിനു പകരം ഇവിടെ എല്ലാം കച്ചവടവും കൂക്കുവിളിയും അധിക്ഷേപവും പുച്ഛവും. ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ. അത് പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. ദൈവത്തിൻ്റെ ഭവനം എപ്പോഴും അതിനെ പരിശുദ്ധമായിട്ട്, അവർ ബലി കഴിക്കാൻ വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഈശോ വളരെ സ്നേഹത്തോടെ പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും കുറേ കൂടുതൽ പുരോഹിതന്മാരും പണ്ഡിതന്മാരുമെല്ലാം വന്നിട്ട്, നിനക്കിത് ചെയ്യുവാനുള്ള അധികാരം എവിടുന്ന്? എന്തുകൊണ്ട് നീ ഇതൊക്കെ ചെയ്യുന്നു? അങ്ങനെ ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, എനിക്ക് അധികാരമുണ്ട്, ബലവാനായവൻ ഞാനാണ്, ദൈവത്തിൻ്റെ അധികാരമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ തീക്ഷ്ണമായിട്ട് അവരുടെ അടുത്തും സംസാരിക്കുന്നു. അവിടെ ഈശോ പറയുന്നത്, ആ അധികാരം, ദൈവത്തിൻ്റെ അധികാരം, അതിനെ നമ്മൾ ദേവാലയത്തെ പോലും പുരോഹിത വർഗങ്ങൾ പോലും ആ മായപ്പെട്ട് അതിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. ഇത് ഈശോ നിയമാവർത്തന പുസ്തകത്തിലെ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം, അവിടെ വിശുദ്ധി വേണം, അവിടെ പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വേണം. പുരോഹിതന് ഇതിൻ്റെ ഇരട്ട കിരീടം അവൻ ധരിക്കണം. വിശുദ്ധിയുടെ കിരീടവും പരസ്നേഹത്തിൻ്റെ, ആ സ്വർണത്തിൻ്റെ കിരീടവും. അതല്ലാത്തവർ പുരോഹിതരല്ല. അവിടെ ന്യായാധിപന്മാർ ഓരോ കൂടാരത്തിൻ്റെ മുമ്പിലും കാവൽ നിൽക്കണം. അനീതി അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? പക്ഷേ ഇവിടെ നടക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഈശോ അവിടെ നിന്ന് അതിനെക്കുറിച്ചൊക്കെയാണ്. പുരോഹിത വർഗം ഒരുപക്ഷെ കേൾക്കേണ്ട കാര്യങ്ങൾ. ആ ദേവാലയം അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കേന്ദ്രം ദേവാലയമാണ്. ആ ദേവാലയം തന്നെ അശുദ്ധമായി കഴിയുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആ പുരോഹിത വർഗം തന്നെ ചൂഷണം ചെയ്യുന്നതാകുമ്പോൾ അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാമാണ് ഈശോയെ. ഒരുപക്ഷെ ഈശോ അതിലും കടന്ന്, നമ്മൾ ഈ ധാർമ്മിക രോക്ഷമെന്ന് പറയുന്നതിലും കടന്ന്, ഈശോയ്ക്കറിയാം, ഈശോ ആത്മാവിൻ്റെ ആ തലത്തിലേക്കാണ് ചിന്തിക്കുന്നത്. ഇവരുടെ ആത്മാവിനെ, ഈ പുരോഹിത വർഗത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതിലുള്ള വേദന, അല്ലാതെ അവരോടുള്ള ദേഷ്യമോ അരിശമോ കോപമോ ഒന്നുമല്ല.
അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്ന, അതുപോലെ ദേവാലയത്തിൻ്റെ ആ ദൗത്യത്തിന് ആ ദേവാലയം പരാജയപ്പെടുന്ന, ഇതൊക്കെ ആയിരിക്കണം ഈശോയെ അവിടെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. ഈശോയെ പക്ഷേ അവിടെ നേരിടുവാൻ ഒരു ശക്തിക്കും കഴിയാത്ത ഒരനുഭവം. ഇത് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ സുവിശേഷ ഗ്രന്ഥത്തിലും ഈശോയെ അവസാനം അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇത് ഞാനാണ്, നസ്രയനായ ഈശോ ഞാനാണെന്ന് പറയുമ്പോൾ അവരെല്ലാം മറിഞ്ഞു വീഴുകയാണ്. ഈ പിതാവ് ഈശോയിലേക്ക് വന്ന ഒരു സമയം നമുക്ക് ഈ ഈശോയുടെ അനുഭവം, ആത്മാവ് നഷ്ടപ്പെടുന്നതിലുള്ള വിഷമം അത് മനസ്സിലാക്കാനും അങ്ങനെ പുരോഹിത വർഗത്തിനു വേണ്ടിയും ദേവാലയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ആമേൻ.